നമസ്കാരം. നമസ്കാരം. അച്ഛനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടൊരു വിവരം കിട്ടി. അങ്ങനെയാണ് വന്നത്. ഇത്രയും പ്രായമായിട്ടും ഇത്രയും നല്ലൊരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാതിരിക്കാനും മറ്റുള്ള പൊതുജനങ്ങൾ ഇരിക്കുന്നതും മോശമാണ്. എന്തായാലും നമുക്ക് പുറലോകം അറിയണം, അതാണ് നമ്മുടെ ആഗ്രഹം. എന്താ അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോർജ്. ജോർജ്. എത്ര വയസ്സായി? എനിക്ക് 76. 76 വയസ്സായി. അപ്പൊ 76 വയസ്സിലും സ്വരത്തിനൊന്നും കുഴപ്പമില്ല ഇല്ല അല്ലേ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓ, പിന്നെ ഞാൻ അറിഞ്ഞതേ, പണ്ട് ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് വടവൂട് RMHS എന്ന് പറയും, RMHS രാജശ്രീ മെമ്മോറിയൽ ഹൈസ്കൂൾ. ആ സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? 10 വരെ. ഏത് വർഷകാലഘട്ടമാണ്? ഞാൻ 66ലാണ് SSLC. ആണല്ലേ? അപ്പൊ 66 ഏതോ കലാകാരന്മാരൊക്കെ അവിടെ അവിടെ സ്കൂളിൽ ഞാൻ പോയതിനു ശേഷം, ഞാൻ അന്ന് പഠിക്കുമ്പോ അന്ന് അത്ര ഇല്ല, പക്ഷെ അതിന് ശേഷം പല നമ്മുടെ സിനിമാതാരൻ ആസിഫ് അലിയൊക്കെ അവിടെ പഠിച്ചതാണ് വടവൂർ സ്കൂളിൽ. അത് കഴിഞ്ഞ് ഞാൻ PDഗ്രിക്ക് ഞാൻ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സിലാണ് PDഗ്രി പഠിച്ചത്. അവിടുന്ന് ഡിഗ്രിക്കാണ് ഞാൻ മഹാരാഷ്ട്രയിൽ പോയത് 68, 71. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്നേരമാണ് അന്ന് നമ്മുടെ സിനിമ ഡയറക്ടർ പവിത്രൻ, നമ്മുടെ മമ്മൂട്ടി, പിന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന എല്ലാം പ്രഗത്ഭ അധ്യാപകരാണ്. MK സാനു മാഷ്, ലീലാവതി, പിന്നെ വിജയൻ മാഷ്, അതുപോലെ പണ്ട് രാജൻ കേസിൽ പ്രതിയായിരുന്ന ആ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്കൊന്ന ഒരു ഇച്ചിരവാരില്ലേ, ഇച്ചിരവാരെ തന്നെ പഠിപ്പിച്ചതാണല്ലേ? അപ്പൊ അന്ന് ഈ മമ്മൂട്ടി സാറാണ് അവിടെ പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. അല്ല, അന്ന് മമ്മൂട്ടി ഒന്നും ഈ രംഗത്തേക്ക് അധികമില്ല. പക്ഷെ അന്ന് കുറച്ചുകൂടി ശോഭിച്ചിരുന്നത് മറ്റേ സംവിധാനം പവിത്രനായിരുന്നു. പവിത്രൻ സാറാണ്. പുള്ളിയാൻ തന്നെ നാടകം കോളേജിലേക്ക് സംവിധാനം ചെയ്ത് അവതരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രമുഖർ പഠിച്ച ഒരു വലിയ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ അച്ഛൻ. നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം പാടുന്ന ഒരു യേശുവിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമുദായത്തെ കുറിച്ചൊരു പാട്ടൊന്ന് പാടിയാ നോക്കട്ടെ. ഞാൻ എഴുതി സംഗീതം ചെയ്ത, അതെ, സ്വന്തമായി എഴുതി സംവിധാനം ചെയ്ത പാട്ട് പാടി. ഓക്കെ. കരളിന്റെ കിളിവാതിലിൽ വരുമോ എന്നേശുനാഥ, ഒരു വാക്ക് ചൊല്ലിയിടുമോ എൻ ഹൃദയം സന്തോഷിപ്പാൻ, ഒരു പൂക്കാലം നീയേകുമോ, ഒരു 100 പുഷ്പങ്ങൾ വിടരാൻ, എന്നും സൗഗന്ധിക പൂക്കൾ വിടരാൻ, കരളിന്റെ കിളിവാതിലിൽ വരുമോ എന്നേശുനാഥ, ഒരു വാക്ക് ചൊല്ലിയിടുമോ എൻ ഹൃദയം സന്തോഷിപ്പാൻ, എൻ ഹൃദയം സന്തോഷിപ്പാൻ, എൻ ഹൃദയം സന്തോഷിപ്പാൻ. സ്വന്തമായി എഴുതി അതല്ലേ? മധുഭാഷം പഠിക്കുന്നു. ഓ, അത് ശരി. അതിനുശേഷം പിന്നെ ഏത് പാട്ടാണ് പാടിയത്? നമ്മള് ഒരുപാട് വൈറലായിരിക്കുന്ന പല പാട്ടുകളും ഉണ്ട്. അതിനകത്ത് ഒരു സുജാത പാടിയ പാട്ട് നല്ല വൈറൽ ഗാനമാണ്. ഇതിപ്പോ ആരെയൊക്കെ കൂടെ മാഷ് പാടിയിട്ടുണ്ട്? ഞാൻ പഠിപ്പിച്ചതും, അതായത് പെണ്ണുകായ സുജാത, മധുബാലകൃഷ്ണൻ, മർക്കോസ്, കെസ്റ്റർ, ബിജു നാരായണൻ, രാധിക തിലക്, മരിച്ചുപോയ രാധിക തിലക് കൂടെ പാടിയിട്ടുണ്ട്. എന്റെ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. എന്താ പറയാണ്ട. അപ്പൊ അതിലൊരു പാട്ടൊന്ന് പാടി. സുജാത പാടിയ പാട്ട്, ഓ യേശുവേ എന്നകതാരിൽ വന്നു നിൻ കൃപമാരി തൂകി, എൻ കരളിൽ തേനമൃതേകി നീ, ഓ യേശുവേ എന്നകതാരിൽ വന്നു നിൻ കൃപമാരി തൂകി, എൻ കരളിൽ തേനമൃതേകി നീ,
ഓ യേശുവേ യേശുവേ. അച്ഛാ പിന്നെ കുടുംബത്തിൽ ഇതേപോലെ കലാകാരന്മാരും പാട്ടുകാരും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കുടുംബത്തില് എന്റെ ഫാദർ ആ പാടും. പാടുന്ന സിനിമ പാട്ടല്ല. ആ അപ്പൊ അന്നത്തെ കാലം ഒരു നാടകളി കോലുകളിയില്ലേ? കോലുകളി. കോലുകളി. അപ്പൊ കോലുകളിയില് എന്റെ ഫാദർ ആ നന്നായിട്ട് കോല് കളിക്കും. അപ്പൊ അതൊരു പുള്ളിയാൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. നന്നായിട്ട് പാടും. അതൊരു പ്രത്യേക ഒരു സ്റ്റൈലാണ്. അത് പുള്ളിയാൻ്റെ പാട്ടിന്റെ ഒരു എന്താ പറയുക, മറ്റുള്ള പാടുന്ന പോലെ അല്ല, നല്ല മനോഹര. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി എനിക്ക് എന്റെ പ്രോഗ്രാം എവിടെയെങ്കിലും ഞാൻ ഗാനമേളയ്ക്ക് പാടുമ്പോ എന്റെ ഫാദർ സ്റ്റേജിന് ഫ്രണ്ടിലുണ്ടാവും. അതെ അതെ, അത്ര സപ്പോർട്ടായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് ഏതാണ് അറിയുന്ന ഒരു പാട്ടൊന്ന് പാടി. സിനിമ പാട്ട് പാടാം അല്ലേ? ആ സിനിമ പാട്ടൊന്ന് പാടി. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പു ഞാൻ, ധ്യാനലീനമിരിപ്പു ഞാൻ. ഗാനമെന്നെ മറക്കുമോ, എന്റെ രാഗമെന്നിൽ മരിക്കുമോ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാകുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപെടും മീണപ്പക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണമേഴയിൽ. എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോ. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീകെടുത്താൽ ശ്യാമസുന്ദര പുഷ്പമേ. അടിപൊളി, സമ്മതിച്ചു. കാരണം ഇത്രയും പ്രായമായിട്ടും ഇത്രയും വലിയ കലാകാരന്മാരൊപ്പയൊക്കെ പാടി എന്നിട്ടും അല്ലേ ലോകം അറിയാണ്ട് പോയല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. കാരണം എന്തായാലും കാണുന്നവര് എന്തായാലും നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇത്രയും പ്രായമായിട്ടും ആ സ്വരത്തിന്റെ ഒരു മഹത്വം പറയാൻ പറ്റില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ഏതൊരു സിനിമ പാട്ടാ പാടാൻ പോകുന്ന? മാർക്കോസിന്റെ ഒരു പിന്നെ സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ യേശുവിനെ കുറിച്ചുള്ള ഒരു 4 വരി പാടിയാലും. പണ്ട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ഗാനമേള ഗ്രൂപ്പിലൊക്കെ പാടിയിരുന്നു. ഒരുപാട് ആ പ്രോഗ്രാമില് കയ്യടി വാങ്ങി കൂട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത വിലയ്ക്ക് വാങ്ങിയ മണിയര് കാട്ടിലെ പാടുമ്പോഴൊന്ന് പാട്ട്. അവിടെ നടന്നൊരു സ്റ്റേറ്റ് കോമ്പറ്റീഷനില് അവിടെ മറ്റേ സഹകരണ സംഘത്തിന്റെ ആ വർഷം, ഒരു വർഷം എന്റെ ചെറുപ്പകാലത്താട്ടോ, അവിടെ അന്ന് ആ പാട്ട് പാടി ഫസ്റ്റ് നേടിയതാ. ഒരുപാട് കയ്യടിയൊക്കെ ഒരുപാട് കയ്യടി. എനിക്കതിന്റെ ഒരു മെമ്മറബിളാ. അന്ന് ഒന്ന് പൊളിച്ചാ നോക്കട്ടെ. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ിണി അമൃതഭാഷിണി അകവിലോലിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ.
അനുഭവം എനിക്ക് അതെ. ഈ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോ ഒരുപാട് രീതിയിൽ പാടും. ചില സന്ദർഭങ്ങൾ വരുമ്പോ അല്ലെ. ഇപ്പൊ അധികം പാടാത്തോണ്ടാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ കൂടുതൽ ഇപ്പൊ വേദിയിൽ പാടാത്തോണ്ട് നമ്മൾ ആ പാട്ട് ആൽബം കുറച്ച് ഓർക്കും. ഇപ്പൊ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇതിലാണല്ലോ. അതുകൊണ്ട് പിന്നെ വേദിയിൽ ഇതൊക്കെ ഇനിയിപ്പോ വേദിയിൽ പാടുന്നില്ലാരും. അതുപോലെ അന്ന് പാടിയ ആ ഹൈപ്പിച്ചിലൊന്നും എനിക്ക് ഇപ്പൊ പാടാൻ പറ്റില്ല. പ്രായയില് അന്ന് പാടിയ ടോപ്പില് ദാസനം പാടിയ ആ പിച്ചിൽ തന്നെ ആവുന്നു പാടിയത്. അതെ അതെ. അപ്പൊ മാർക്കോസ് ഏട്ടന്റെ കൂടെ പാടിയതാണോ? അല്ല, ഞാൻ ഗാനം എഴുതി സംഗീതം ചെയ്ത അപ്പൊ ഒരു ആൽബത്തിലേക്ക് സ്നേഹവസന്തം എന്ന് പറഞ്ഞ ആൽബത്തിലേക്ക് ഞാൻ മാർക്കോസിനോട് ഒരു പാട്ട് പാടിയത്. അപ്പൊ ആ പാട്ടൊന്ന് പാടിയത് നമ്മൾക്ക്. എന്റെ ദൈവമേ, എന്റെ നാഥനേ, എന്റെ സർവസങ്കേതമേ, എന്റെ ദൈവമേ, എന്റെ നാഥനേ, എന്റെ സർവസങ്കേതമേ, എന്റെ നെഞ്ചിലെ ആകുലങ്ങളെ നീക്കിടുന്ന പൊൻകരങ്ങളെ, എന്റെ നെഞ്ചിലെ ആകുലങ്ങളെ നീക്കിടുന്ന പൊൻകരങ്ങളെ, നീ എന്റെ ദൈവം, ഞാൻ നിന്റെ സൃഷ്ടി, നീ എന്റെ താതൻ, എന്റെ പുത്രൻ, നീ എന്റെ ദൈവം, ഞാൻ നിന്റെ സൃഷ്ടി, നീ എന്റെ താതൻ, ഞാൻ നിന്റെ പുത്രൻ. എന്നും നിന്റെ കൂടാരെ എന്റെ താമസം, എന്നും നിന്റെ മാറിയിടത്തിൽ എന്റെ ഉറക്കം, എന്നും നിന്റെ എന്നും നിന്റെ സുപ്രഭാതം കണ്ടുണരുന്നു, എന്നും നിന്റെ നിറത്താൽ ഞാൻ വളരുന്നു. ആരുമൻ കരം ചേർക്കുവാൻ ഇല്ല യേശുവേ, ആരുമൻ ദുഃഖം പങ്കുചേരുവാനില്ല നാഥനേ, സ്വന്ത ബന്ധങ്ങൾ വെറും മിഥ്യയാണിന്ന് ഭൂമിയിൽ, എല്ലാം വിഷം കലർന്ന മധുരമാണിവിടെ, മായമാണിവിടെ. ആരുമൻ കരം ചേർക്കുവാൻ ഇല്ല യേശുവേ, ആരുമൻ ദുഃഖം പങ്കുചേരുവാൻ ഇല്ല നാഥനേ. വളരെ സന്തോഷം. അടിപൊളിയായിരുന്നു. വളരെ സന്തോഷം. അച്ഛന്റെ പാട്ടൊക്കെ കേട്ടല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അച്ഛനെ സഹായിക്കണം. പുറലോകത്ത് ഒരുപാട് മഹാവ്യക്തിത്വമുള്ള ആൾക്കാരോടൊപ്പം പാടി അവരെ ഒരുപാട് കാസറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിർമ്മിച്ച് ഇപ്പോഴും ലോകം അറിയാതെ പോയ ഈ പ്രായപരിധി എത്തിയ ഒരു മഹാ ഗായകനാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം. നമ്മളെ അപ്പച്ചന് ഇപ്പൊ പാടിയ കലാകാരനായ നമ്മുടെ അപ്പച്ചന് ഒരു മകനേ ഉള്ളൂ. ആ മകനാണ് ഇരിക്കുന്നത്. എന്താ പേര് പറഞ്ഞ? പേര് മേജോ. മേജോ. മേജോ ജോർജ്. അതല്ലേ.
അച്ഛനെ പോലെ അത്യാവശ്യം പാട്ടുകളൊക്കെ അറിയാന്നാണ് പറയുന്നത്. പാട്ടുകള് അങ്ങനെ ജസ്റ്റ് മൂളിപ്പാട്ട് പോലെ പാടാറുണ്ട്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മൂളിപ്പാട്ട് ഒരു ഭയങ്കര രസമാട്ടാ. എന്തായാലും നമുക്ക് ആ മൂളിപ്പാട്ടൊന്ന് കേൾക്കാം. പിന്നെ പാട്ട് ആസ്വദിക്കാറുണ്ട് കൂടുതൽ. ആണല്ലേ? എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ആണല്ലേ? പ്രത്യേകിച്ച് റാഫിയുടെ പാട്ടുകൾ ഭയങ്കര. റാഫി സാറിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പൊ എന്തായാലും ഗായകനായ സോൾഫുൾ സിംഗർ എന്നല്ലേ പറഞ്ഞു. അതുപോലെ പാടുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അപ്പോ ഒന്ന് മൂളി നോക്കാം. कोई शाम उनका ख्याल आ गया, कोई शाम उनका ख्याल आ गया, वही जिंदगी का सवाल आ गया, वही जिंदगी का सवाल आ गया, कोई शाम उनका ख्याल आ गया, कोई शाम उनका ख्याल आ गया. പാടാൻ അറിയില്ല പറഞ്ഞത്, പാടാൻ പറ്റും കേട്ടോ. ശാന്തമായ സ്വരമാ. അടുത്ത ഒരു പാട്ട് കൂടെ ഒന്ന് പാടും. എന്തായാലും റാഫി സാബിന്റെ ഒരു പാട്ട് കൂടെ, അടിപൊളി പാട്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗന്ധർവ ഗായകൻ യേശുദാസിന്റെ ഒരു പാട്ട്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു റാഫി സാബ് ഒരു പാട്ട് കൂടെ പാടാം. खामोश जिंदगी को आवाज दे रहे हो, खामोश जिंदगी को आवाज दे रहे हो, टूटे हुए हाथों में क्यों सांस दे रहे हो, खामोश जिंदगी को. बेलूर मेरी आंखें और दूर का सफर है, बेलूर मेरी आंखें और दूर का सफर है, उठते हैं पाँव लेकिन गिरता रहे अंधेरे, परछाइयां रुके तेरी अंदाज दे रहे हो, टूटे हुए हाथों में क्यों सांस दे रहे हो, खामोश जिंदगी को. ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കിയിരുന്നു, ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ
തുടിച്ചു നിന്നു ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. അടിപൊളി. നല്ല അങ്ങനെ കൂടുതൽ പാട്ട് കേട്ട് ആസ്വദിക്കുകയാണ് ശീലം. ആസ്വദിച്ച് പാടിയ പാട്ടുകളാട്ടെ, പാടി പഠിച്ചതല്ല. ഉണ്ണി അത് കേട്ട് പഠിച്ച പാട്ടുകളല്ല. എന്നാലും അച്ഛന്റെ ചില സ്വരങ്ങൾ മകനും ഉണ്ട്, കൈവിടണ്ട. തീർച്ചയായിട്ടും നന്നാവട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. ഓക്കെ.